150-ൽ മീതെയുള്ള ആളുകളുള്ള ക്യാമ്പുകളെല്ലാം രണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണ്. അപ്പൊ പിന്നെ അതിഥി തൊഴിലാളികൾ ധാരാളം പേരുണ്ട് ഇവിടെ. അവരെ കോൺട്രാക്ടർമാരൊക്കെ അവരെ ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് കോൺട്രാക്ടർമാരെല്ലാം. അവരിങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പൊ അവർക്ക് ചില സ്ഥലത്ത് അങ്ങനെയാണ്. അവർക്ക് നമ്മളെ പാക്കറ്റ് ഫുഡ് പറ്റില്ല, അവരുടെ പ്രത്യേക ഭക്ഷണം വേണം, അത് പ്രത്യേകമായി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ചില സ്ഥലത്തുണ്ട്. അത് പ്രത്യേകമായി അത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. 150-ലേറെ ആൾ കൂടിക്കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ആവശ്യത്തിലുള്ള ഉദ്യോഗസ്ഥരെ മറ്റ് ജില്ലകളിൽ നിന്ന് വിന്യസിപ്പിക്കും. അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കും. പിന്നെ നമ്മള് മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ ചെക്കപ്പ് കൃത്യമായിട്ട് എല്ലാ ക്യാമ്പിലും നടത്തുന്നുണ്ട് ഭംഗിയായിട്ട്. അത് ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പരിശോധിക്കുന്നുണ്ട്. മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവർ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ കിണറിൽ ക്ലോറിനേഷൻ നടത്തി വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അതുകൂടി ഇതിനോടൊപ്പം തന്നെ സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ അതെല്ലാത്തിനും റെഡിയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയാണ്. ഏതെല്ലാം ജില്ലകളാണ് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടും. No, it is missing. It is missing. We are searching through various means. ജില്ലയിലേക്ക് വരാൻ വൈകിയെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇപ്പോഴാണ് വരേണ്ടി വന്നത് ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. അതല്ല, അത് ഇവിടെ മണിക്കൂറുകൾക്കകം ഇവിടെ ഒരു മന്ത്രി എത്തി. മനസ്സിലായില്ലേ? ഈ സംഭവം ഉണ്ടായി. നമ്മൾ പോകുന്നതല്ലല്ലോ, നമ്മൾ ചെല്ലുന്നത് അവിടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ? വെളുപ്പിന് 5 മണിക്ക് അറിഞ്ഞത് മുതൽ എല്ലാ മന്ത്രിമാരെയും ജില്ലയിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും ആ സ്ഥലത്തെത്തി. എല്ലാ MLA-മാരെയും ബന്ധപ്പെടുത്തി, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അഡീഷണൽ ആയിട്ടുള്ള പണം അനുവദിക്കുന്നതിനുള്ള ഉൾപ്പെടെയുള്ള ഏർപ്പാടുകൾ ഏർപ്പെടുത്തി. അതാണ്. പിന്നെ ഞാൻ CPM ജില്ലാ കമ്മിറ്റി പറയുന്ന അനുസരിച്ചുള്ള ഡേറ്റിലല്ലല്ലോ ഞാൻ പോകുന്നത്. എന്താണ്? അതെല്ലാം ക്ലിയർ ചെയ്ത കേസാണ്. ഇന്നലെ ക്ലിയർ ചെയ്ത. നിങ്ങളിപ്പോ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഈ വിഷയത്തിന്. അതെല്ലാം ഇന്നലെ പത്രസമ്മേളനത്തിൽ ക്ലിയർ ചെയ്ത. Now we have reviewed the rehabilitation process and other measures in Pathanamthitta districts. There are more than 133 camps. The inhabitants are more than 6,000. The camps, all measures are taken by the government to provide the food, shelter, and toilets were arranged. And then now we are providing sufficient help when they are going back to their home. Also, we have made all arrangements. സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായ ബോട്ടുകളെല്ലാം ഉണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ 14 മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ നേരത്തെ തന്നെ കൊല്ലത്തുനിന്ന് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 14 എണ്ണം ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നും ആയിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം. ഏത് ക്യാമ്പിലാണ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനങ്ങളുണ്ട്. ക്യാമ്പുകളിൽ എല്ലാ സാധനങ്ങളും. രാവിലെ ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയല്ലേ? ഏത് ക്യാമ്പിൽ എവിടെയാണ് പരാതി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പരിഹരിക്കും. 133 ക്യാമ്പുകളും 6400 പേര് നിൽക്കുകയാണ്. അത് CPM-കാര്
പറഞ്ഞാലും ആര് പറഞ്ഞാലും പരിഹരിക്കും എല്ലാ നിങ്ങള് ഞാൻ പറഞ്ഞുതരാം. കൈരളി TV ഒന്നും ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനിയും നാണം കെട്ടണ്ട.